ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെബൻസ് വ്ലോഗ്. എല്ലാവർക്കും ലെബൻസ് വ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഇഫ്താർ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അതായത് ഈ പാനിപ്പൂരിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന പാനിപ്പൂരി സ്റ്റൈൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിലേക്ക് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ സ്മോൾ പീസസ് ആക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്കുള്ള മാരിനേഷനായിട്ട് ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഇവിടെ ഞാൻ ഗരം മസാല ചിക്കൻ മസാലയും കൂടിച്ച് 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതെങ്ങനെ ഫ്രൈ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സോക്ക് ചെയ്തെടുക്കുക. അതായത് 2-3 മിനിറ്റ് മാത്രം കുക്ക് ചെയ്താൽ മതി. ഡീപ് ഫ്രൈ ചെയ്തെടുക്കേണ്ട. പിന്നെ ഇവിടെ ഞാൻ ഒരു ബൗളിൽ യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ യോഗേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഗ്രൈൻഡറിൽ ഞാൻ ഒരു മീഡിയം സൈസ് ഉള്ളി ഇതേപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ്. ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇവിടെ ഞാൻ മല്ലിച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിച്ചപ്പിൻ്റെ തണ്ടാണ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇല മാറ്റി വെച്ച് തണ്ട് വരുന്ന പോർഷൻസൊക്കെ ഞാൻ ഇതേപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അത് ഇത് ആഡ് ചെയ്യുന്ന പറഞ്ഞാൽ ആ തണ്ടും പിന്നെ മല്ലിച്ചപ്പിൻ്റെ ഇലയൊക്കെ നല്ലൊരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഞാൻ യോഗോട്ട് എടുക്കാൻ കാരണം നമ്മളിപ്പോൾ ഇഫ്താറിനൊക്കെ കഴിക്കുന്നതാണെങ്കിൽ നമ്മളെ വയറ്റിനൊക്കെ നല്ല നമ്മളെ വയറ്റ് എംറ്റി ആയിട്ട് കിടക്കില്ല. അപ്പം വയറിന് നല്ലത് തൈരാണ്, മയോണൈസിനെ കാട്ടി നല്ലൊരു തൈരാണ്. പിന്നെ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം ചിക്കൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇവിടെ ഞാൻ ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ വേണം. അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് മീഡിയം സൈസ് പൊട്ടാറ്റോ ഇതേപോലെ റൗണ്ടായി കട്ട് ചെയ്തിട്ടുണ്ട്. നല്ല തിക്നെസ്സിൽ വേണം, ചെറിയ തിക്നെസ് കുറച്ചിട്ട് ബോയിൽ ചെയ്ത്, അതായത് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഹാഫ് കുക്ക് ചെയ്തതാണ്. നമ്മളെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ചിക്കൻ്റെ ഫില്ലിങ്സ് ആണ്. പിന്നെ ഇവിടെ മെയിനായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചിപ്സാണ്. അതായത് ഞാൻ ഇവിടെ ബിഗ് മിറ്റോസിൻ്റെ സ്പൈസ് വേർഷനാണ് എടുത്തിട്ടുള്ളത്. ഒരു 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് മല്ലിയിലേൻ്റെ ലീഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാറ്റി വെച്ചിട്ടുണ്ടെന്ന്. അതായത് പിന്നെ ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ. പിന്നെ അതിൻ്റെ മുന്നേ ഞാൻ പൊട്ടാറ്റോ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ ചിപ്സ് വെക്കുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും മോൾഡ് വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെങ്ങനെ അസംബിൾ ചെയ്യുന്നതാണ്, ആദ്യം ബോയിൽഡ് ആയിട്ടുള്ള പൊട്ടാറ്റോ എടുക്കുക, പിന്നെ ചിപ്സ് എടുത്ത് പിന്നെ 1 സ്പൂണ് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. പിന്നെ മല്ലിയില വെച്ച് സെർവ് ചെയ്യാം. ഇത് നിങ്ങൾ കഴിക്കാൻ പോകുമ്പോൾ സെർവ് ചെയ്യുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ നല്ലതാണ് ഇത്. പിന്നെ ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു ഡിഷ് തന്നെയാണിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതാണ്.